നമസ്കാരം. LDF സർക്കാർ ഭരണമൊഴിയുമ്പോൾ സംസ്ഥാനം സാമ്പത്തിക ഭദ്രതയിലായിരുന്നുവെന്ന ഇടതുപക്ഷ സൈബർ കേന്ദ്രങ്ങളുടെയും സഖാക്കളുടെയും അവകാശവാദങ്ങൾ പൊളിയുന്നു. കഴിഞ്ഞ ഏപ്രിലിൽ മാത്രം പിണറായി സർക്കാർ 11,503 കോടി രൂപ കടമെടുത്തിരുന്നെന്ന അക്കൗണ്ടന്റ് ജനറലിന്റെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആവശ്യത്തിന് പണം മിച്ചമുണ്ടായിരുന്നെങ്കിൽ പിന്നെന്തിനാണ് ഇത്രയും വലിയ തുക കടമെടുത്തതെന്ന ചോദ്യത്തിന് മുന്നിൽ മുൻ ഭരണകൂടം പ്രതിരോധത്തിലാവുകയാണ്. ധനവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം ഏപ്രിലിൽ സർക്കാരിന്റെ ആകെ വരുമാനം 22,920 കോടി രൂപയായിരുന്നു. ഇതിൽ നികുതി വരുമാനമായി 8,583 കോടിയും നികുതി ഇതര വരുമാനമായി 2,922 കോടിയും ഉൾപ്പെടെ ആകെ ഖജനാവിലേക്ക് എത്തിയത് 11,417 കോടി രൂപ മാത്രമാണ്. എന്നാൽ ആ മാസത്തെ ആകെ ചെലവാകട്ടെ 22,503 കോടി രൂപ. ആകെ ചെലവിന്റെ പകുതി മാത്രം വരുമാനമായി ലഭിച്ചതിനാലാണ് ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം സർക്കാർ 11,503 കോടി രൂപയുടെ ഭീമമായ കടം വാങ്ങിയത്. തെരഞ്ഞെടുപ്പ് തിരിച്ചടിയെ തുടർന്ന് മെയ് 4-ന് പിണറായി വിജയൻ കാവൽ മുഖ്യമന്ത്രിയായി മാറുന്നതിന് പിന്നാലെ മെയ് 1-ന് റിസർവ് ബാങ്കിലെ ട്രഷറി ബില്ലുകളിൽ സർക്കാർ നിക്ഷേപിച്ചിട്ടുള്ള മിച്ചത്തുക 5,429 കോടി രൂപയാണെന്ന വിവരാവകാശ രേഖ പുറത്തു വന്നിരുന്നു. ഇത് ഖജനാവിൽ ബാക്കിവെച്ച മിച്ചപ്പണം എന്നായിരുന്നു സഖാക്കളുടെ പ്രധാന വാദം. എന്നാൽ റിസർവ് ബാങ്കിൽ നിന്നും കടമെടുത്ത തുക തന്നെയാണ് സർക്കാർ ഈ ട്രഷറി ബില്ലുകളിൽ താൽക്കാലികമായി നിക്ഷേപിച്ചതെന്ന് വ്യക്തമായതോടെ ഈ വാദത്തിന്റെ മുനിയൊടിഞ്ഞു. കരാറുകാർക്ക് മാത്രം 10,000 കോടിയിലധികം രൂപ കൊടുത്തു തീർക്കാനുള്ളപ്പോഴാണ് കടം വാങ്ങിയ തുക മിച്ചപ്പണമായി കാണിച്ച് മുൻ സർക്കാർ ജനങ്ങളെ പറ്റിക്കാൻ നോക്കിയത്. ചെലവിന് പണം തികയാത്തതിനാൽ ഈ മാസം 29-നും 1,800 കോടി രൂപ കൂടി കടമെടുക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാനം. പുതിയ UDF സർക്കാർ അധികാരമേറ്റയുടൻ ധനവകുപ്പ് നടത്തിയ പ്രാഥമിക പരിശോധനകളിൽ ഖജനാവ് പൂർണ്ണമായും കാലിയായ അവസ്ഥയിലാണെന്നാണ് വ്യക്തമാകുന്നത്. മുൻ സർക്കാർ വരുത്തിവെച്ച ഒരു ഭീമമായ സാമ്പത്തിക ബാധ്യത, കടമെടുപ്പ് പരിധിയുടെ ദൗർലഭ്യവും പുതിയ UDF സർക്കാരിന് മുന്നിൽ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. വരും മാസങ്ങളിൽ ദൈനംദിന ചിലവുകൾക്കും ശമ്പളവും പെൻഷനും നൽകുന്നതിനും കടുത്ത പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ചുരുക്കത്തിൽ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനം സാമ്പത്തിക ഭദ്രതയിലായിരുന്നുവെന്ന അവകാശവാദങ്ങളുടെ നിജസ്ഥിതിയാണ് അക്കൗണ്ടന്റ് ജനറലിന്റെ പുതിയ കണക്കുകളിലൂടെ പുറത്തുവരുന്നത്. ഏപ്രിലിൽ വരുമാനത്തിന്റെ ഇരട്ടിയോളം ചെലവ് വരികയും ദൈനംദിന ആവശ്യങ്ങൾക്കായി മാത്രം 11,503 കോടി രൂപ കടമെടുക്കേണ്ടി വരികയും ചെയ്തത് സംസ്ഥാനത്തിന്റെ ആഴത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് അടിവരയിടുന്നത്. റിസർവ് ബാങ്കിൽ മിച്ചമുള്ളതായി കാണിച്ച തുക കടമെടുത്തത് തന്നെയാണെന്ന് വ്യക്തമായതോടെ മുൻ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിരോധങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടു. കരാറുകാർക്ക് നൽകാനുള്ള 10,000 കോടിയിലധികം രൂപയുടെ കുടിശ്ശിക നിലനിൽക്കെ വീണ്ടും 1,800 കോടി രൂപ കൂടി കടമെടുക്കാൻ സംസ്ഥാനം ഒരുങ്ങുന്നത് ഖജനാവിന്റെ ദയനീയാവസ്ഥ വെളിവാക്കുന്നതാണ്. കുത്തുവാൾ എടുത്തിരിക്കുകയാണ് കേരളം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഭരണം മാറുമ്പോൾ ഖജനാവ് പൂർണ്ണമായും കാര്യമായ അവസ്ഥയിലായിരുന്നുവെന്ന ധനവകുപ്പിന്റെ പ്രാഥമിക കണ്ടെത്തൽ വരാനിരിക്കുന്ന കടുത്ത പ്രതിസന്ധിയുടെ സൂചന നൽകുന്നു. കടമെടുപ്പ് പരിധിയിലെ കുറവും മുൻ സർക്കാർ വരുത്തിവെച്ച ഭീമമായ ബാധ്യതകളും പുതിയ UDF ഭരണകൂടത്തിന് മുന്നിൽ വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു.